guys, welcome back to Jasir family. So ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നിൽക്കണം. പിന്നെ ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റോസ്മേരിനെ പറ്റി പറയാനാണ് കേട്ടോ. പിന്നെ അടുത്തൊരു 3 പേര് അവളും ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസ്മേരി റിവ്യൂ ചെയ്യുമോ എന്ന്. അപ്പം അതും ഞാൻ ഒന്ന് പരിഗണനയിലെടുത്തു. അതുപോലെ തന്നെ എൻ്റെ സിറ്റുവേഷൻ, എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ടൈമിൻ്റെ സിറ്റുവേഷൻ ഭയങ്കര വല്ലായ്മയായിരുന്നു. എന്നാൽ ഭയങ്കര ഹെയർ ഫോളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ കരുതി അത് മേടിച്ച് യൂസ് ചെയ്യാമെന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട് പർപ്പിളിൽ. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആക്സിൻ്റെ ഈ ഒരു റീഫിൽ പാക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മനസ്സിലാക്കാം എനിക്കിത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഇത് മേടിച്ചത്. കുറച്ച് സൗണ്ട് നല്ല കേൾക്കും കേട്ടോ, ഇങ്ങനെ വണ്ടിയുടെയൊക്കെ സൗണ്ട്. ഓക്കെ, അത് മാക്സിമയിൽ വരാത്തേക്ക് ഞാൻ നോക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം ഇതും നിങ്ങൾ എൻ്റെ ഒരു പർപ്പിൾ അൺബോക്സിങ്ങിൽ തന്നെ ഇതും കാണിച്ചിട്ടുണ്ടായിരിക്കും. ആക്സിൻ്റെ ഈ ഒരു റോസ്മേരി ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു റിവ്യൂടെ ഇത്രയും ലേറ്റ് നമുക്ക് യൂസ് ചെയ്ത റിസൾട്ട് ഉണ്ടെങ്കിൽ അല്ലേ ഇടാവും. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കഴിഞ്ഞ ഒരു എനിക്കൊന്ന് ഏപ്രിൽ മെയ് ജൂൺ മന്തൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഹെയർ ഫോൾ ഒട്ടും നമ്മളിങ്ങനെ ചിന്തിക്കാൻ തന്നെ അപ്പുറമായിരുന്നു ഹെയർ ഫോൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇതും പിന്നെ ഒരു ഹെയർ കെയർ റൊട്ടീനൊക്കെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ റിസൾട്ടായിട്ടാണ് എനിക്ക് ഹെയർ ഫോൾ ഒന്ന് മാറിക്കിട്ടി. എനിക്കത് മാത്രം മതിയായിരുന്നു. കാരണം ഉള്ള ഹെയർ എങ്ങനെയെങ്കിലും ഇരിക്കണമെന്നല്ലേ നോക്കണം നമ്മൾ. അപ്പം അതൊന്ന് മാറിക്കിട്ടി. അങ്ങനെയുള്ള ഹെയർ കെയർ റൊട്ടീൻ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അപ്പോൾ എനിക്കതിലൊരു മെയിൻ എന്നെ ഹെൽപ്പ് ചെയ്ത സാധനം ആണെന്ന് ചോദിച്ചാൽ ഈ ആക്സിൻ്റെ റോസ്മേരി തന്നെയായിരുന്നു കേട്ടോ. വളരെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്കിവിടെ ബേബി ഹെയേഴ്സ് ഒക്കെ വരാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 സൈഡിലും എനിക്ക് അറിയാൻ പറ്റും ഇതല്ല കുഞ്ഞു വേറെ ഹെയേഴ്സ് ഉണ്ടോ ഇവിടെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് എന്തായാലും അങ്ങനൊരു മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി അറിയുന്നത് ബേബി ഹെയേഴ്സ്, അല്ലാതെ ഹെയർ ഫോളിൻ്റെ കാര്യമാണെങ്കിൽ എന്നെ വേറെ ഒരിക്കലും ഇത്രയും ഹെയർ ഫോൾ കുറയാൻ വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഹെയർ ഫോൾ കാണുമ്പോൾ പല പ്രോഡക്ട്സ് അല്ല നാച്ചുറൽ റെമഡീസൊക്കെ ട്രൈ ചെയ്ത് ഇത്രയും ഒരു ഹെൽപ്പ് എനിക്ക് വേറെ ആരും ചെയ്തിട്ടില്ല. അതെനിക്കിപ്പോൾ റോസ്മേരി ചെയ്തു. വളരെ എനിക്ക് സിൻസിയറായിട്ട് പറയണം, എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ട്. ഭയങ്കര ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ എന്നെ ആ ടൈമിൽ കാണുന്നവർക്ക് തന്നെ അറിയാൻ പറ്റും നല്ല ഹെയർ ഫോൾ ഉള്ള ടൈം ആയിരുന്നു അത്. അപ്പം അങ്ങനെ എൻ്റെ റോസ്മേരി ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ പേഴ്സണലി അല്ലാതെ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ഒരുപോലെ ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം അത് ഓരോരുത്തർക്കും ഓരോ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ഇത് വ്യത്യാസം വരും. പക്ഷേ ഫോർ മീ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതുപോലെ ഒന്നും കൂടെ എടുത്ത് പറയണം, ഞാൻ ഒരു ഹെയർ കെയർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടി ഞാൻ റോസ്മേരി എസൻഷ്യൽ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞല്ലോ അത് ഹെയർ കെയർ വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ, അതിന് ടൈം കിട്ടാതെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ റോസ്മേരി എനിക്ക് ഭയങ്കര ബേബി ഹെയർസ് വരുന്നു എന്നതിനേക്കാളും എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാനുള്ളത് എൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്തു. ഓൾസോ ഡാൻഡ്രഫ് കുഞ്ഞായിട്ടുണ്ടായിരുന്നു, അത് പോയി കേട്ടോ. ഹെയർ എപ്പോഴും ഭയങ്കര ക്ലീനിങ്, പിന്നെ എനിക്ക് നല്ലൊരു മണം കാണും. അത് എന്നെ ഭയങ്കര നല്ല രസമുള്ളൊരു മണമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്തത് നൈറ്റ് ടൈംസിലാണ് കേട്ടോ യൂസ് ചെയ്തത്. നൈറ്റ് ടൈംസിൽ കിടക്കുന്നതിന് മുന്നേ ഹെയർ കെയർ ടൈമിലാണ് ഞാൻ ഈ റോസ്മേരി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ റെഗുലറായിട്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, അപ്ലൈ ചെയ്യത്തില്ലായിരുന്നു. ഓൾസോ ഇതിൽ എഴുതിയിട്ടുള്ളത് ട്വൈസ് എ വീക്ക് എന്നാണ്. പക്ഷെ അതിനേക്കാളും ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. ട്വൈസ് എ വീക്ക് ആണെങ്കിൽ റിസൾട്ട് കിടത്തിൽ നല്ല ഇച്ചിരി ലേറ്റ് ആവുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം അല്ലാതെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കാണ് യൂസ് ചെയ്തത്. എന്തായാലും റോസ്മേരി സെറ്റാണ്, സൂപ്പറാണ്. ഞാൻ എൻ്റെ ഹെയർ കെയർ വീഡിയോയിൽ കറക്റ്റ് റെട്ടിന് ഞാൻ ഫോളോ ചെയ്ത കാര്യങ്ങളായിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം എനിക്കത്ര യൂസ്ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹെയർ കെയർ ചെയ്യാം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം എൻ്റെ റിവ്യൂ ചോദിച്ചവർക്ക് എൻ്റെ അഭിപ്രായം ഇതാണ്, എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പിന്നെ കുഞ്ഞു ബേബി ഹെയേഴ്സ് എന്നിട്ട് എനിക്ക് വളരുന്നുമുണ്ട്. മെയിൻ തിങ് ഞാൻ എടുത്ത് പറയുന്നത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്ത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു റീഫിൽ പാക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു മന്തൊക്കെ എന്നും യൂസ് ചെയ്യുന്ന ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുന്നവർക്ക് 1 മന്ത് ഈ ഒരു ബോട്ടിൽ ഒരിക്കലും തികയത്തില്ല, ഷുവറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്കല്ല, നമ്മൾ റൊട്ടീൻ കാര്യമൊക്കെ ചെയ്തിട്ട് നമ്മളൊരു ടൈം വെച്ചൊക്കെയാണ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 1 മന്ത് ഒരുവിധം കൊണ്ട് ഒപ്പിക്കാൻ പറ്റും. അല്ലാതെ 1 മന്ത് എന്തായാലും ഒരു ബോട്ടിൽ പറ്റത്തില്ല. അങ്ങനെയാണ് ഞാൻ അടുത്തൊരു ബോട്ടിൽ വാങ്ങിയത്. എനിക്കൊന്ന് 390 സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് ഞാൻ ഇത് മേടിച്ചപ്പോൾ. അപ്പോൾ എന്തായാലും ഇതാണ് റോസ്മേരിയെ പറ്റി എനിക്ക് പറയാനുള്ള. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എങ്ങനെയാണ് യൂസ് എല്ലാം ഞാൻ ഹെയർ കെയറിൽ പറയുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതൊരു ബൈ.